നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PV's പവലിയൻ. 2 ടെസ്റ്റ് മാച്ച് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ആഷസ് സീരീസ് ഓസ്ട്രേലിയ അഗൻസ്റ്റ് ഇംഗ്ലണ്ട് തേർഡ് ഡേ. രണ്ടാമത്തെ ടെസ്റ്റ് മാച്ച് ന്യൂസിലാൻഡ് ആൻഡ് വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ദിവസം. അതുകൂടാതെ T20 മാച്ചിൻ്റെ ഇന്ത്യ അഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്കയുടെ അവസാന മാച്ച് 5ാമത്തെ T20 ഇന്ന് നടക്കും. അണ്ടർ 19 ഏഷ്യ കപ്പ് ഇന്ത്യ ശ്രീലങ്ക സെമിഫൈനൽ കളിക്കുന്നു. മറ്റൊരു ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് സെമിഫൈനൽ കളിക്കുന്നു. ഈ 2 സെമിഫൈനലുകളിലും വിജയിക്കുന്ന ടീം സൺഡേയിൽ നടക്കുന്ന ഫൈനലിൽ എതിരിടുന്നതായിരിക്കും. സോ ലോട്ട് ഓഫ് ക്രിക്കറ്റ്. സോ ഫസ്റ്റ് വി ഷുഡ് ടോക്ക് അബൌട്ട് ഓസ്ട്രേലിയ ആൻഡ് ഇംഗ്ലണ്ട് മാച്ച്. ആഷസ് സീരീസിലെ 3ാം ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. നല്ല ഒരു സ്ഥിതിയിൽ ആണ് ഓസ്ട്രേലിയ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് ഫസ്റ്റ് ഇന്നിങ്സിൽ 371 ഒരു ഭേദപ്പെട്ട സ്കോർ ഓസ്ട്രേലിയ ഉണ്ടാക്കി. അതിൻ്റെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 286 ഓൾ ഔട്ടായി. 286 റൺസ് എടുത്തപ്പോൾ ഡക്കറ്റ് 29 റൺസ്, ഹാരി ബ്രൂക്ക് 45 റൺസ്, ബെൻ സ്റ്റോക്ക് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ 83 റൺസ്. അദ്ദേഹം നന്നായിട്ട് പൊരുതി. ബട്ട് ഹി കുഡ് മാനേജ് ഓൺലി 83. ഡൗൺ ദി ഓർഡർ വന്നിട്ട് ജോഫ്ര ആർച്ചർ അവരുടെ ബൗളർ, അദ്ദേഹം ഒരു 51 റൺസ് എടുത്ത്. അവരുടെ വിക്കറ്റ് കീപ്പർ ജേമി സ്മിത്ത് ഓൺലി 22. സോ എല്ലാവരും കൂടെ കളിച്ച് 286 മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് വഴങ്ങി ഓൾറെഡി. സോ ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത് ഒരു 4 വിക്കറ്റ് നഷ്ടത്തിൽ 271 എന്ന നിലയിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ട്രാവിസ് ഹെഡ് എന്ന ഓസ്ട്രേലിയൻ ഓപ്പണറുടെ ഇടംകയ്യൻ ഫാസ്റ്റ് സ്ട്രൈക്കുള്ള പ്ലെയറുടെ ഒരു മഹനീയ സെഞ്ചുറിയാണ് നമുക്കിത് കാണാൻ കഴിഞ്ഞത്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് സെഞ്ചുറി. 142 നോട്ട് ഔട്ടാണ്. ഹി വിൽ കണ്ടിന്യൂ ടുമാറോ ഓൾസോ. ഉസ്മാൻ ഖ്വാജ 1 ഡൗൺ ബാറ്റാണ്. അദ്ദേഹത്തിന് ഒരു 40 റൺസ് എടുത്ത് ഔട്ടായി. ഒരു സ്പിന്നറുടെ ബോളറാണ് ഔട്ടായത്. അലക്സ് കാരി ഫസ്റ്റ് ഇന്നിങ്സിലെ ഹീറോ ആയിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് സെഞ്ചുറി അടിച്ച അലക്സ് കാരി ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ, അദ്ദേഹം 52 റൺസ് എടുത്ത് നോട്ട് ഔട്ടായിട്ട് തുടരുകയാണ്. ട്രാവിസ് ഹെഡ് 142, അലക്സ് കാരി 52. രണ്ടുപേരും ക്രീസിലുണ്ട്. അവർ ഇനി എത്രമാത്രം വലിയൊരു ലീഡ് ഇംഗ്ലണ്ടിന് കൊടുക്കും എന്നാണ് അറിയേണ്ടത്. ഇംഗ്ലണ്ട് ഓൾറെഡി 356 റൺസ് ബിഹൈൻഡാണ്. ഇംഗ്ലണ്ട് ട്രailing ബൈ 356 റൺസ്. അപ്പം ഇനി എങ്ങനെയായാലും നാളെ 4th ഡേ ആണ്. ലീഡ് ഉയർത്തിയിട്ട് ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് അയക്കും. എന്നിട്ട് അവരെ പെട്ടെന്ന് ഔട്ടാക്കാനാണ് ഓസ്ട്രേലിയ ശ്രമിക്കുക. ലെറ്റ് us see വാട്ട് ഹാപ്പൻസ്. ഇന്നേതായാലും ട്രാവിസ് ഹെഡിൻ്റെ ബാറ്റിംഗ് വളരെ മനോഹരമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ പ്ലെയർ. അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓപ്പണറായിട്ട് നമുക്ക് IPL കാണാം. വെട്ടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ ആശാനാണ്. ഓക്കെ. സോ അബൌട്ട് ദി അതർ മാച്ച്, ന്യൂസിലൻഡ് വിശാലമായൊരു സ്കോറാണ് പടുത്തുയർത്തിയത്. 575 for 8 എന്ന നിലയിൽ അവർ ഡിക്ലെയർ ചെയ്ത് വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റ് ചെയ്യാൻ വിടുകയാണ് ഉണ്ടായത്. ന്യൂസിലൻഡിന് വേണ്ടി ടോം ലത്താം ക്യാപ്റ്റൻ ഓപ്പണറായിട്ട് വന്ന് 137 എടുത്തിരുന്നു. ദി അതർ ഓപ്പണർ ഡെവൻ കോൺവോയ്
അദ്ദേഹം ഡബിൾ സെഞ്ചുറി അടിച്ച് 227 മനോഹരമായ ഇന്നിങ്സാണ് കാഴ്ചവെച്ചത്. പിന്നെ സച്ചിൻ രവീന്ദ്ര 72 റൺസ് എടുത്തു. സോ വെസ്റ്റ് ഇൻഡീസ് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഒരു ബാറ്റിംഗ് തകർച്ചയാണ് പ്രതീക്ഷിച്ചത് പലരും. പക്ഷേ ഓൺ ദി കോൺട്രറി വളരെ സ്മൂത്തായിട്ട് സിലിക്കൺ ടച്ചോടുകൂടിയാണ് വെസ്റ്റ് ഇൻഡീസ് ബാറ്റ് ചെയ്തത്. വെസ്റ്റ് ഇൻഡീസ് ഓപ്പണേഴ്സ് ജോൺ ക്യാമ്പൽ വിത്ത് 45, ബ്രണ്ടൻ കിങ് വിത്ത് 55 റൺസ്. രണ്ടുപേരും ക്രീസിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു വിക്കറ്റും പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ 465 റൺസ് ബിഹൈൻഡ്. ഭയങ്കര കൂറ്റൻ ലീഡാണ് ന്യൂസിലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് വെസ്റ്റ് ഇൻഡീസ് ഡിഡിൻറ്റ് ലൂസ് എനി വിക്കറ്റ് സോ ഫാർ. അപ്പോൾ അവർ പിടിച്ചു നിൽക്കും എന്ന് തന്നെ നമുക്ക് കാണാം. നല്ല പിച്ചാണ്, ബാറ്റിംഗ് പാരഡൈസ് എന്ന് ഭരിക്കാവുന്ന പിച്ചാണ്. സോ ലെറ്റ് us hope that openers and other main order players of West Indies will score big runs and make a match of the innings of New Zealand. ന്യൂസിലൻഡിൻ്റെ ഒരു 575 എന്ന റണ്ണിൻ്റെ പുറകെ ചേസ് ചെയ്തിട്ട് ഏതാണ്ട് അടുത്തൊക്കെ എത്തി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഉപലബ്ധിയായിട്ട് നമുക്ക് കാണാം. ലെറ്റ് us see what happens in the ടെസ്റ്റ് മാച്ച്. മറ്റ് ഇന്ത്യ ഇൻവോൾവ് ആയ മറ്റ് മാച്ചുകളെ കുറിച്ച് ആ മാച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതിനുശേഷം അതിനെപ്പറ്റി സംസാരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ബൈ.